ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേലം ഗുഹകൾ സന്ദർശിക്കുന്നത് ഭൂമിയുടെ ആഴങ്ങളിലേക്കുള്ള ഒരു അത്ഭുത യാത്ര കൂടിയാണ്. അത്തരം ഒരു മനോഹരമായ യാത്രയ്ക്കാണ് സഹയാത്രികർക്കൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ബസ്സിൽ നിന്ന് ഇറങ്ങി ബുദ്ധപ്രതിമയുടെ അടുത്തേക്ക് സഹയാത്രികർക്കൊപ്പം ഇപ്പോൾ ഞാനും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധപ്രതിമയുടെ അടുത്ത് നിന്ന് അവിടുത്തെ മനോഹരമായ കാഴ്ചകളും ധാരാളം ഫോട്ടോകളും ഒക്കെ എടുത്ത് ഈ മനോഹരമായ അത്ഭുതമായ ബേലം കേവ്സിൻ്റെ മനോഹര കാഴ്ചകളിലേക്കാണ് നാം ഇനി നടന്നു നീങ്ങുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളമേറിയതും വലുതുമായ രണ്ടാമത്തെ പ്രകൃതിദത്ത ഗുഹയാണ് ഈ ബേലം കേവ്സ്. ഒരു യാത്രികൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ പ്രകൃതിയുടെ നിഗൂഢതയും മനുഷ്യ ചരിത്രവും ഒത്തുചേരുന്ന ഒരു വിസ്മയ ലോകമാണ് ഈ ഗുഹകൾ നമുക്ക് സമ്മാനിക്കുന്നത്. ഈ ബേലം ഗുഹകളെക്കുറിച്ചുള്ള ഒരു ആത്മപരിശോധനയും യാത്രാനുഭവവും നമുക്ക് ഏറെ കോരിത്തരിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. പ്രകൃതിയുടെ ശില്പചാതുരിയാണ് ഈ ബേലം ഗുഹകളിൽ നാം കാണുക. ഈ മനോഹരമായ കാഴ്ചകളിലേക്ക് നാം നടന്നു നീങ്ങുമ്പോൾ ഇവിടുത്തെ വരണ്ട കാലാവസ്ഥയും ആന്ധ്രയുടെ തനതായ പ്രകൃതിയും ഒക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഈ ബേലം ഗുഹകൾ കാണാനായി ഇവിടെ എത്തുമ്പോഴേക്കും രാവിലെ 10 മണി ആകാത്തത് കൊണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിരുന്നില്ല. അതുകൊണ്ട് ഈ ബേലം ഗുഹയ്ക്ക് ചുറ്റുമിരുന്ന് ഇവിടുത്തെ ആന്ധ്രയുടെ പ്രകൃതി ഭംഗിയും ഒക്കെ കണ്ട് സമയം ചിലവഴിക്കുകയാണ് ടിക്കറ്റ് കൗണ്ടർ തുറക്കാനായി. ഇവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ആഞ്ഞു വീശുന്ന കാറ്റാണ്. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും നല്ല ആഞ്ഞു വീശുന്ന കാറ്റുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ചൂട് നമുക്ക് തീരെ അനുഭവപ്പെടാറില്ല. ഇങ്ങനെ ഈ ഗുഹയുടെ ചരിത്രവും ഈ ഗുഹാമുഖത്ത് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന പ്രകൃതിക്കിണങ്ങുന്ന ഒപ്പം ഇവിടെ സുലഭമായി ലഭ്യമാകുന്ന കടപ്പക്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന അത്ഭുത സൃഷ്ടികളും മറ്റ് പ്രകൃതി രമണീയ ദൃശ്യങ്ങളും ഒക്കെ കണ്ട് ടിക്കറ്റ് തുറക്കാനായി ഇവിടെ കാത്തിരിക്കുമ്പോൾ അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ തുറക്കുകയും നമ്മുടെ ടൂർ മാനേജർ നമുക്ക് ആവശ്യമായ ടിക്കറ്റുമായി എത്തുകയും ചെയ്തു. ഈ ഗുഹയ്ക്കുള്ളിലേക്ക് നാം ഇറങ്ങുമ്പോൾ നമ്മെ സ്വാഗതം ചെയ്യുന്നത് മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതും തറയിൽ നിന്ന് മുകളിലേക്ക് വളരുന്നതുമായ ഈ കല്ലുകൾ കാണുമ്പോൾ പ്രകൃതി ഒരു മഹാശില്പിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ബേലം ഗുഹകൾ വെറുമൊരു ഭൂമിശാസ്ത്ര അത്ഭുതം മാത്രമല്ല, വലിയൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ബുദ്ധ ഭിക്ഷുക്കൾ ധ്യാനിച്ചിരുന്നതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഗുഹയ്ക്കുള്ളിലെ ധ്യാന മണ്ഡപം സന്ദർശിക്കുമ്പോൾ ഇവിടുത്തെ നിശബ്ദതയും ശാന്തതയും നമ്മളിലേക്ക് പടരുന്നത് അനുഭവിക്കാൻ കഴിയും. ഗുഹയ്ക്ക് പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള വലിയ ബുദ്ധപ്രതിമ ഈ ഗുഹയുടെ ആത്മീയ പശ്ചാത്തലത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഗുഹയ്ക്കുള്ളിൽ ആന്ധ്രാപ്രദേശ് ടൂറിസം വകുപ്പ് ഒരുക്കിയിരിക്കുന്ന കൃത്രിമ വെളിച്ച സംവിധാനങ്ങൾ ഗുഹയുടെ ഭംഗി ഇരട്ടിയാക്കുന്നു. പാറക്കെട്ടുകളിൽ വീഴുന്ന നിറമുള്ള വെളിച്ചം നമ്മെ ഏതെങ്കിലും സയൻസ് ഫിക്ഷൻ സിനിമയിലെ ലോകത്ത് എത്തിച്ചതുപോലെ നമുക്ക് തോന്നിപ്പിക്കും. ഗുഹയുടെ ഏറ്റവും ആഴമേറിയ ഭാഗമായ പാതാളഗംഗ എന്ന വറ്റാത്ത നീരുറവ ഒരു അത്ഭുത പ്രതിഭാസമാണ്. സിംഹത്തിൻ്റെ മുഖത്തോട് സാമ്യമുള്ള ധാരാളം പാറക്കെട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് മേഘലടമരു എന്നാണ് അറിയപ്പെടുക. തട്ടുമ്പോൾ സംഗീത സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന അപൂർവമായ പാറകൾ സംഗീത പാറകൾ എന്നാണ് ഇവിടെ അറിയപ്പെടുക. ബേലം ഗുഹകളിലൂടെയുള്ള യാത്ര നമ്മെ ഒരേ സമയം വിസ്മയിപ്പിക്കുകയും എളിമപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ്.
കോലാഹലങ്ങളിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിലെ തിരക്കുകളിൽ നിന്നും ഒക്കെ മാറി പ്രകൃതി അതിൻ്റെ ഉള്ളറകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ശാന്തതയും സൗന്ദര്യവും എത്ര വലുതാണെന്ന് ഈ ഗുഹകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചരിത്രവും ഭൂമിശാസ്ത്രവും സാഹസികതയും ഒന്നിച്ച് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മഹാവിസ്മയമാണ് ഈ ബേലം ഗുഹകൾ. ഇങ്ങനെ ഈ ബേലം ഗുഹകളുടെ ചരിത്രവും അതിൻ്റെ ചരിത്ര പ്രാധാന്യവും അതിൽ ഒളിപ്പിച്ചിരിക്കുന്ന മഹാവിസ്മയങ്ങളും ഒക്കെ ഓർത്തുകൊണ്ട് ഇപ്പോൾ നാം ബേലം ഗുഹകളിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. യാത്രാസ്നേഹിയായ അനേകം ഫെസിലിറ്റീസാണ് ഈ ആന്ധ്രാപ്രദേശ് ടൂറിസം ഈ ബേലം ഗുഹകൾക്കുള്ളിൽ യാത്രികർക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. ബേലം ഗുഹകളുടെ അത്ഭുത കാഴ്ചകൾക്കൊപ്പം ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ഈ പ്രദേശം കൈവരിച്ച വളർച്ചയെയും അത് സഞ്ചാരികൾക്ക് നൽകുന്ന അനുഭവങ്ങളെയും കുറിച്ചാണ് ഈ ബേലം ഗുഹകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാനാവുന്നത്. ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ബേലം ഗുഹകളുടെ പ്രാധാന്യം വെറും കാഴ്ചകൾക്കപ്പുറം വിജ്ഞാനവും ഒത്തുചേരുന്നതാണ്. സാധാരണ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബേലം ഗുഹകൾ ഭൂമിശാസ്ത്ര ടൂറിസത്തിന്, അതായത് ജിയോ ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് നൽകുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതി രൂപപ്പെടുത്തിയെടുത്ത ചുണ്ണാമ്പ് കൽ ഗുഹകൾ കാണാൻ ഭൂമിശാസ്ത്ര ഗവേഷകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ എത്താറുണ്ട്. പ്രകൃതിയുടെ ചരിത്രം നേരിട്ടറിയാൻ സാധിക്കുന്ന ഒരു തുറന്ന ക്ലാസ് റൂം കൂടിയാണ് ഈ ബേലം ഗുഹകൾ. ഒരു സാധാരണ ഗുഹ സന്ദർശനം പോലെ എളുപ്പമല്ല ബേലം ഗുഹകളിലെ യാത്ര. പ്രകൃതിദത്തമായ ഇടുങ്ങിയ വഴികളിലൂടെയും കുത്തനെയുള്ള ഇറക്കങ്ങളിലൂടെയും 150 അടിയോളം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് സഞ്ചാരികൾക്ക് മികച്ചൊരു സാഹസിക അനുഭവം സമ്മാനിക്കാവുന്ന ഒന്നുകൂടിയാണ്. ഓക്സിജൻ ലഭ്യത കുറവുള്ള ചില ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആകാംക്ഷ ടൂറിസ്റ്റുകളെ ഏറെ ആകർഷിക്കുന്ന ഒന്നുകൂടിയാണ്. ആന്ധ്രാപ്രദേശ് ടൂറിസം വകുപ്പ് മികച്ച രീതിയിലാണ് ഈ പ്രകൃതിദത്ത ഗുഹയെ സംരക്ഷിക്കുകയും സഞ്ചാരികൾക്കായി ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഗുഹയ്ക്കുള്ളിൽ ആവശ്യത്തിന് വായു ലഭിക്കുന്നതിനായി എയർ ഷാഫ്റ്റുകളും ഫാനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വിവിധ വർണ്ണങ്ങളിലുള്ള LED ലൈറ്റുകൾ ഗുഹയ്ക്കുള്ളിലെ നിഗൂഢമായ ഭംഗി വ്യക്തമായി കാണാൻ നമ്മെ സഹായിക്കുന്നു. സഞ്ചാരികൾക്ക് തെന്നി വീഴാതെ നടക്കാനായി കൃത്യമായ പാതകളും പടികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബേലം ഗുഹകളിലെ ടൂറിസം പ്രാദേശികമായി വലിയ പുരോഗതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ടൂറിസം വളർന്നതോടെ കുർണൂൽ ജില്ലയിലെ ഈ ഉൾഗ്രാമ പ്രദേശത്തേക്ക് റോഡ് സൗകര്യങ്ങളും ഹോട്ടലുകളും വരികയും പ്രാദേശികമായി ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഗുഹയ്ക്കുള്ളിലേക്ക് ദിവസേന നൂറുകണക്കിന് സഞ്ചാരികൾ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന താപനില വ്യതിയാനവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഗുഹയുടെ സ്വാഭാവിക ഘടനയെ ദോഷകരമായി ബാധിച്ചേക്കാം എന്ന ഒരാശങ്കയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള ബുദ്ധമത കേന്ദ്രമെന്ന നിലയിൽ വിദേശ സഞ്ചാരികൾ പോലും ഇവിടേക്ക് ആകർഷിക്കപ്പെട്ട് എത്താറുണ്ട്. ഗുഹയ്ക്കുള്ളിലെ ഘടനകൾ രൂപപ്പെടാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവന്നു. ഇവയിൽ തൊടുന്നതും കേടുപാടുകൾ വരുത്തുന്നതും കർശനമായി തടയേണ്ടതുണ്ട് ഈ ഗുഹയുടെ സൗന്ദര്യം നിലനിർത്തുന്നതിനായി. ബേലം ഗുഹകളിലെ ടൂറിസം കേവലം സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം പ്രകൃതിയുടെ അപൂർവമായൊരു വിസ്മയത്തെ വരും തലമുറയ്ക്കായി പരിചയപ്പെടുത്താനും സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒന്നുകൂടി ആകണം എന്നതും ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയുള്ള ഉത്തരവാദിത്ത ടൂറിസം, അതായത് റെസ്പോൺസിബിൾ ടൂറിസം
നടപ്പാക്കിയാൽ ബേലം ഗുഹകൾക്ക് അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് സഞ്ചാരികളെ എന്നും വിസ്മയിപ്പിക്കാൻ സാധിക്കും എന്ന് ഈ നമ്മെ കൂടി ചെയ്യുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ അത്ഭുതങ്ങൾക്കപ്പുറം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയൊരു സാംസ്കാരിക ചരിത്ര പൈതൃകം കൂടി കാത്തുസൂക്ഷിക്കുന്ന ഇടമാണ് ഈ ബേലം ഗുഹകൾ. ചരിത്രാതീത കാലം മുതൽ വിവിധ കാലഘട്ടങ്ങളിലെ മനുഷ്യജീവിതത്തിൻ്റെ അടയാളങ്ങൾ ഈ ഗുഹകളുടെ ആഴങ്ങളിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട്. ബേലം ഗുഹകളുടെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് നമ്മിൽ ഉളവാക്കുന്ന ചരിത്രപരമായ ചിന്തകളെക്കുറിച്ച് ഉള്ള ഒരു ആഴമായ അവലോകനം നാം ഈ ഗുഹകളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. ഒരു പുരാവസ്തു ഗവേഷണ കേന്ദ്രമെന്ന നിലയിലും സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിലും ബേലം ഗുഹകൾക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. ശിലായുഗ കാലഘട്ടത്തിലെ ധാരാളം അടയാളങ്ങൾ ഈ ഗുഹയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ബേലം ഗുഹകൾ വെറുമൊരു സന്ദർശന കേന്ദ്രമല്ല, മറിച്ച് ചരിത്രാതീത കാലത്തെ മനുഷ്യരുടെ താവളമായിരുന്നു. ഇവിടെ നടത്തിയ പുരാവസ്തു ഖനനങ്ങളിൽ ശിലായുഗ കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കളിമൺ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റ് ഉപകരണങ്ങളും കണ്ടെത്തുകയുണ്ടായി. BC 4500ഓളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ അവശിഷ്ടങ്ങൾ എന്ന് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പ്രാകൃത മനുഷ്യർ ഈ ഗുഹകളെ ഒരു സ്വാഭാവിക അഭയകേന്ദ്രമായി ഉപയോഗിച്ചിരുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാക്കുന്ന ധാരാളം അവശിഷ്ടങ്ങളാണ് നമുക്കിവിടെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ബേലം ഗുഹകളുടെ ചരിത്രത്തിൽ ഏറ്റവും സുവർണ ലിപികളാൽ എഴുതപ്പെട്ടത് ഇവിടുത്തെ ബുദ്ധമത സ്വാധീനവും അവരുടെ ആവാസ കേന്ദ്രമായി ഇത് പ്രവർത്തിച്ചതുമാണ്. ധ്യാനകേന്ദ്രങ്ങളായും ബുദ്ധ സന്യാസികളുടെ ആവാസ സ്ഥാനങ്ങളായും ഈ ഗുഹകൾ വഹിച്ച പങ്ക് എത്ര വിവരിച്ചാലും മതിയാവുന്നതല്ല. ക്രിസ്തുവിന് മുമ്പുള്ള നൂറ്റാണ്ടുകളിൽ ഇവിടെ ബുദ്ധ ഭിക്ഷുക്കളും സന്യാസിമാരും താമസിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഗുഹയ്ക്കുള്ളിലെ നിശബ്ദതയും തണുപ്പും ആത്മീയ സാധനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. ഖനനവേളയിൽ ഗുഹയ്ക്കുള്ളിൽ നിന്ന് ബുദ്ധമത സന്യാസിമാർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മറ്റു തിരുശേഷിപ്പുകളും കണ്ടെത്താനായിട്ടുണ്ട്. ഇവ നിലവിൽ അനന്തപുരിയിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകളോളം ഈ ഗുഹകൾ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് മറഞ്ഞു കിടക്കുകയായിരുന്നു. പ്രാദേശികമായി ബേലം ഗുഹ എന്നാൽ സംസ്കൃതത്തിലെ ബിലം അഥവാ ഗുഹ എന്ന വാക്കിൽ നിന്നും രൂപപ്പെട്ടത് ആണ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ചരിത്രപരമായ വ്യാപ്തി ലോകമറിഞ്ഞത് വളരെ വൈകിയാണ്. 1884 ബ്രിട്ടീഷ് ജിയോളജിസ്റ്റായ റോബർട്ട് ബ്രൂസ്ഫോർഡ് ആണ് ഈ ഗുഹകളെക്കുറിച്ച് ആദ്യമായി ലോകത്തോട് പറയുന്നത്. പിന്നീട് 1980കളിൽ ജർമ്മൻ ഗുഹാ ഗവേഷകനായ ഹെർബർട്ട് ഡാനിയൽ ഗബൗറുടെ നേതൃത്വത്തിൽ നടന്ന വിശദമായ പഠനങ്ങളാണ് ബേലം ഗുഹകളുടെ നീളവും പൂർണ്ണമായ ഘടനയും ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തിയത്. ബേലം ഗുഹകളുടെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒത്തിരിയേറെ ചിന്തകളാണ് അത് നമ്മുടെ മനസ്സിലേക്ക് പകർന്നു നൽകുന്നത്. കാലത്തിൻ്റെ അതിജീവന പാഠം അത് നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്നു. സാമ്രാജ്യങ്ങളും രാജവംശങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടായിട്ടും ഈ ഗുഹകൾ മാറ്റമില്ലാതെ നിലകൊള്ളുന്നു എന്നതാണ് നമ്മെ അമ്പരപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ആയുസ്സിനും നേട്ടങ്ങൾക്കുമപ്പുറം പ്രകൃതിയും ചരിത്രവും എത്രയോ പ്രബലമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പൂർവികരുടെ വിരലടയാളങ്ങൾ പതിഞ്ഞ ഇത്തരം പുരാവസ്തു കേന്ദ്രങ്ങൾ കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാത്രം നാം കാണരുത്. അവ വരും തലമുറയ്ക്കായി അതുപോലെ നിലനിർത്തേണ്ടത്
ചരിത്രത്തോടുള്ള നമ്മുടെ കടമയുമാണ്. ബേലം ഗുഹകൾ സന്ദർശിക്കുമ്പോൾ നമ്മൾ നടക്കുന്നത് വെറുമൊരു മൺപാതയിലൂടെയല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുറങ്ങുന്ന കല്ലുകൾക്കിടയിലൂടെയാണ് എന്ന ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. പ്രകൃതിയുടെ അത്ഭുതത്തിനൊപ്പം മനുഷ്യ ചരിത്രത്തിൻ്റെ നിഗൂഢതകളും ഒത്തുചേരുന്ന ഈ ഗുഹകൾ ഇന്നും സന്ദർശകരിൽ അത്ഭുതവും ആദരവും ഉണർത്തുന്ന ഒന്നുകൂടിയാണ്. നാം ബേലം ഗുഹകളുടെ ഉള്ളിലേക്ക് കടക്കുന്തോറും, അതിൻ്റെ ആഴങ്ങളിലേക്ക് നാം സഞ്ചരിക്കുന്തോറും അതിൻ്റെ നിഗൂഢതയാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. എങ്ങും തണുത്ത കാലാവസ്ഥയും അതുപോലെ തന്നെ വെളിച്ചക്കുറവും, ഗുഹയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന അനേകായിരം അത്ഭുതങ്ങളും, ഒപ്പം പ്രകൃതി നിർമ്മിച്ചൊരുക്കിയ മഹാവിസ്മയങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഗുഹയുടെ അകതളങ്ങളിലേക്ക് നാം നടന്നു നീങ്ങുമ്പോൾ ഗുഹയുടെ വലിപ്പവും അതിൻ്റെ രഹസ്യ സ്വഭാവവും നമ്മുടെ മുമ്പിലേക്ക് കൂടുതൽ കൂടുതൽ അനാവരണം ചെയ്യപ്പെട്ടു വരികയാണ്. ബേലം ഗുഹകളുടെ അത്ഭുത കാഴ്ചകൾക്കും വിനോദസഞ്ചാര പ്രാധാന്യത്തിനും പിന്നിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച ഒന്നാണ് ശാസ്ത്രീയമായ പരിവേഷണങ്ങളും പുരാവസ്തു ഗവേഷണങ്ങളും. ഇന്ത്യയിലെ പുരാതന സ്മാരകങ്ങളുടെയും ചരിത്രശേഷിപ്പുകളുടെയും സംരക്ഷണ ചുമതലയുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ആന്ധ്രാപ്രദേശ് പുരാവസ്തു വകുപ്പ് എന്നിവയുടെ കണ്ടെത്തലുകളാണ് ബേലം ഗുഹകളെ ഇന്നത്തെ രീതിയിൽ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് എന്ന് നാം ഇരിക്കേണ്ടതാണ്. ഈ ഗവേഷണ ഏജൻസികളുടെ സംഭാവനകളെയും അവ നൽകുന്ന ചരിത്രപരമായ ഉൾക്കാഴ്ചകളെയും കുറിച്ചുള്ള ആത്മപരിശോധന നമ്മെ ഈ ബേലം ഗുഹകളെ സ്നേഹിക്കുവാനും ഇതിൻ്റെ അത്ഭുത കാഴ്ചകൾ വരും തലമുറയ്ക്കായി സംരക്ഷിക്കാനും ചുമതലപ്പെടുത്തുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംസ്ഥാന പുരാവസ്തു വകുപ്പും ഇവിടെ നടത്തിയ പഠനങ്ങൾ ഈ ഗുഹയ്ക്ക് കേവലം ഒരു പ്രകൃതി വിസ്മയം എന്നതിലുപരി വലിയൊരു ചരിത്ര പ്രാധാന്യവും ചരിത്ര മൂല്യവും നൽകി എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. ശിലായുഗ കാലത്തെ മനുഷ്യവാസത്തിൻ്റെ തെളിവുകൾ കണ്ടെത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഇവിടെ സാധിച്ചു എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ഇവിടെ നിന്നും കണ്ടെടുത്ത മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ, കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ എന്നിവ വഴി ഇന്ത്യയിലെ വെങ്കലയുഗത്തിനും ശിലായുഗത്തിനും മുമ്പുള്ള മനുഷ്യജീവിതത്തിൻ്റെ വികാസ പരിണാമങ്ങൾ മനസ്സിലാക്കാൻ ചരിത്രകാരന്മാരെ ഏറെ സഹായിച്ചു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതവും പ്രാധാന്യവും. ഗുഹയ്ക്കുള്ളിൽ നിന്ന് പുരാവസ്തു വകുപ്പ് കണ്ടെടുത്ത ബുദ്ധമത അവശിഷ്ടങ്ങൾ, പാത്രങ്ങൾ, സന്യാസിമാരുടെ കിടക്കകളായി ഉപയോഗിച്ച വലിയ ശിലാതളങ്ങൾ എന്നിവ ബുദ്ധമത ചരിത്രത്തിലെ നിർണായക തെളിവുകളായി ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഈ അപൂർവ പുരാവസ്തുക്കൾ നിലവിൽ അനന്തപുരിയിലെ സർക്കാർ മ്യൂസിയത്തിൽ അതീവ ശ്രദ്ധയോടെ സൂക്ഷിച്ചിരിക്കുന്നു നമ്മുടെ വരും തലമുറയ്ക്കായി. 1988 ആന്ധ്ര സർക്കാർ ഈ പ്രദേശത്തെ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുകയും തുടർന്ന് പുരാവസ്തു വകുപ്പ് ഗുഹകൾ പൂർണ്ണമായും ഏറ്റെടുത്ത് ശാസ്ത്രീയമായി ശുചീകരിക്കുകയും ചെയ്തു. ഇത് ഗുഹയ്ക്കുള്ളിലെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചുണ്ണാമ്പ് കൽ ഘടനകളെ നശിക്കാതെ കാത്തുസൂക്ഷിക്കാൻ സഹായിച്ചു എന്ന് പറയാതെ വയ്യ. ഇങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ളതും പുരാവസ്തു പ്രാധാന്യമുള്ളതുമായ ഈ ഗുഹയുടെ അത്ഭുതകരമായ കാഴ്ചകൾ കണ്ട് നാം ഈ ഗുഹയിലെ അത്ഭുതങ്ങളിലേക്ക് നടന്നു നീങ്ങുകയാണ്. നമുക്കായി പ്രകൃതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന മറ്റനേകം അത്ഭുതകരമായ കാഴ്ചകൾ കാണാനായി.